തന്റെ കരിയർ നശിപ്പിക്കാൻ ചിലർ ശ്രമിച്ചുവെന്ന ആരോപണവുമായി സംവിധായകൻ ഗൗതം വാസുദേവ മേനോൻ വിക്രമിനെ നായകനാക്കി ഗൗതം മേനോൻ ഒരുക്കിയ ധ്രുവനക്ഷത്രം എന്ന സിനിമ റിലീസ് ചെയ്യാൻ കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതി അനുമതി നൽകിയിരുന്നു. ഈ വിധിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പ്രസ്താവനയിലാണ് ഗൗതം മേനോന്റെ വെളിപ്പെടുത്തൽ നടത്തിയത്. തനിക്ക് വേണ്ടി നിയമപോരാട്ടം നടത്തിയ മുതിർന്ന അഭിഭാഷകൻ അബ്ദുൾ ഹമീദിനും കേസിൽ വിധി പറഞ്ഞ ഹൈക്കോടതി ജഡ്ജ് സെന്തിൽകുമാറിനും രാമമൂർത്തിക്കും അദ്ദേഹം നന്ദി പറഞ്ഞു. എൻ്റെ കരിയർ നശിപ്പിക്കാനും നൂറിലധികം പേരുടെ അധ്വാനമായി എൻ്റെ സിനിമ പുറത്തിറങ്ങുന്നത് തടയാനും ചില ആളുകൾ ശ്രമിച്ചു. മറ്റൊരു മനുഷ്യൻ, എൻ്റെ അഭിഭാഷകൻ അബ്ദുൾ ഹമീദ്, മുന്നിലൊരു വഴിയുണ്ടെന്ന് ആശ്വസിപ്പിക്കുകയും എന്നെ അതിലേക്ക് നയിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട ഒരാളായ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് സെന്തിൽ കുമാർ രാമമൂർത്തി എനിക്കായി വഴി തെളിയിക്കുകയും ഒടുവിൽ അതിൻ്റെ അറ്റത്ത് വെളിച്ചം കാട്ടുകയും ചെയ്തു. വളരെ വിരളമായി മാത്രം സംഘടിതവും ചിട്ടവട്ടമുള്ളതുമായ ഫണ്ടുകളുടെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഇൻഡസ്ട്രിയിൽ റിലീസിന് കാത്തുവെച്ച് ഏതൊരു സിനിമയ്ക്കും ധ്രുവനക്ഷത്രം റിലീസ് ചെയ്യാൻ നിർദ്ദേശിച്ചിട്ടുള്ള സുപ്രധാന ഉത്തരവ് സഹായമാകും. ഇനിയങ്ങോട്ട് ഉയർച്ച മാത്രം, ഗൗതം മേനോൻ പ്രസ്താവനയിൽ പറഞ്ഞു. ജൂൺ 15-ന് മുമ്പ് സിനിമ റിലീസ് ചെയ്യണമെന്നാണ് കോടതി ഉത്തരവിട്ടത്. സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട് നൂലാമാലകളിൽപ്പെട്ട് വർഷങ്ങളായി ധ്രുവനക്ഷത്രത്തിൻ്റെ റിലീസ് അനിശ്ചിതത്വത്തിലായിരുന്നു. തങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിയ പണത്തിൻ്റെ കുടിശ്ശിക തീർക്കുന്നതുവരെ റിലീസ് തടയണമെന്നാവശ്യപ്പെട്ട് 2021 കെ. പുണ്യമൂർത്തി, കെ. പ്രേംകുമാർ എന്നിവർ കോടതിയെ സമീപിച്ചു. 2017-ൽ സിനിമാ ചിത്രീകരണം തുടങ്ങിയത് കോവിഡ് മഹാമാരിയിൽ കുറച്ചുകാലം പ്രശ്നങ്ങൾ നേരിടുകയും ചെയ്തു.